ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഇപ്പോൾ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായിട്ട് ഇരിക്കുന്ന ഒരാളാണല്ലോ. അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുന്നതിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടോ? അല്ല, അതിപ്പോ അദ്ദേഹത്തിന്റെ ജന്മനെ കിട്ടിയിട്ടുള്ള ഒരു തൊഴിലാണല്ലോ. അതൊക്കെ ഒരു സർഗാത്മകത എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ ജന്മനെ കിട്ടുന്ന ഒരു കഴിവാണ്. അതൊക്കെ എല്ലാവർക്കും കിട്ടണതല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ആ കഴിവിനെ അദ്ദേഹം കൊണ്ടുവന്നു. പിന്നെ അദ്ദേഹത്തിന്റെ നല്ല മനസ്സുകൊണ്ടും നല്ലത് ചെയ്യണം എന്നുള്ള താല്പര്യം കൊണ്ടും ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് ജനങ്ങളെ സേവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാർ ചെയ്യുന്ന ഒരു സേവയല്ല അദ്ദേഹം ചെയ്യുന്നത്. ജനോപകാരപ്രദമായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എങ്ങനെയെല്ലാം അദ്ദേഹത്തിനെ കൊണ്ട് എത്തിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അത്തരം കാര്യങ്ങളാണ് അദ്ദേഹം എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിനൊരു കാരണം അദ്ദേഹം തൃശ്ശൂരിൽ 2 തവണ ഇലക്ഷനിൽ വിജയം ഉണ്ടായില്ലെങ്കിലും 3ാമത്തെ തവണ അദ്ദേഹം ജയിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമയം അദ്ദേഹം ജയിച്ച വശം തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് എൻ്റെ തൊഴിൽ സിനിമയാണ്. സിനിമയിൽ നിന്ന് കിട്ടുന്ന സംഖ്യയിൽ നിന്ന് അതിൽ നിന്ന് പല ആളുകൾക്കും ഇപ്പോൾ സിനിമയിലത്തെ ആവശ്യത്തിന് മാത്രമല്ല ഈ കോമഡി നടത്തുന്ന കലാകാരന്മാർക്ക് വേണ്ടിയിട്ട് ഓരോ ലക്ഷം രൂപയാണ്ട് ഓരോ സിനിമയിൽ നിന്ന് കൊടുക്കുന്ന അദ്ദേഹം പറഞ്ഞിരുന്നു. പല ആളുകൾക്കും അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് എപ്പോഴും നല്ലത് ചെയ്യണം എന്നുള്ള ചിന്താഗതി ഉള്ളതുകൊണ്ടാണ് ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കാൻ തന്നെ കാരണം. ഉള്ളതൊന്നും ഉള്ളതല്ല, ഉള്ളതിന് നാശമില്ല ഉള്ളതല്ല, ഉള്ളിലുള്ളത് ഉള്ളതാണെന്നാണ്. ഉള്ളിൻ്റെ ഉള്ളിലുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല മനസ്സ്. എന്ത് നല്ലത് ചെയ്യാനുള്ളൊരു താല്പര്യവും കാര്യങ്ങളാണ് ഒരു മനുഷ്യന് വേണ്ടത്. അതാണ് സുരേഷ് ഗോപി, അതിന് ഒരു കാരണമാണ്. സുരേഷ് ഗോപിയെ പോലെ മാതൃകയാവണം ഇവിടുത്തെ രാഷ്ട്രീയക്കാർ. രാഷ്ട്രീയം എന്ന് പറയുന്നത് അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്, രാഷ്ട്രം സേവിക്കാൻ. രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രാഷ്ട്രീയക്കാരെ പോലെയല്ല, ഞാനൊരു രാഷ്ട്ര സേവകനാണെന്നാണ്. രാഷ്ട്രത്തെ എങ്ങനെ സേവിക്കാം, രാഷ്ട്രത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, അതാണ് അദ്ദേഹം ചെയ്യുന്നത്. പിന്നെ അദ്ദേഹത്തിനോട് പലതും പറയും. സിനിമ അഭിനയിക്കണം എന്ന് പറഞ്ഞു. സിനിമ അഭിനയിക്കണം എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരൻ്റെ ആവശ്യമൊന്നുമല്ല. അപ്പോൾ നമുക്ക് ഉത്തമ ഉദാഹരണം പറയാണ് ഗണേഷ് കുമാർ സിനിമയിൽ വന്നിട്ട് അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, രാഷ്ട്രീയക്കാരനല്ലേ. ഒരാളെ മാത്രം പറയാൻ എന്താ കാരണം? ഗണേഷ് കുമാറിനുണ്ട് അതുപോലെ. അതിപ്പോൾ ഓരോരുത്തരും ജന്മനാ കിട്ടുന്ന കഴിവ് എല്ലാവർക്കും അത് എന്നും ബ്ലഡിലുള്ളതാണ്. ആ കഴിവ് അദ്ദേഹത്തിന് സിനിമയ്ക്ക് വേണ്ടി മാത്രം നടന്ന് ജനങ്ങളെ സേവിക്കാൻ നടക്കാതിരിക്കുകയല്ല ചെയ്യണേ. അദ്ദേഹത്തിന് ഇവിടെ ആളുകൾ പറഞ്ഞു, സുരേഷ് ഗോപി എന്താ വയനാട്ടിൽ ഈ ദുരിതമുണ്ടായി, ഉരുൾപൊട്ടലുണ്ടായി, ഇവിടെ സുരേഷ് ഗോപിയെ കാണാനില്ല എന്ന് പറഞ്ഞു. സുരേഷ് ഗോപി അവിടെ വൈറൽ ഫീവറായിട്ട് കിടക്കുക എന്നുള്ളത് ഒരു മാധ്യമക്കാരും പറഞ്ഞില്ല. അദ്ദേഹത്തിന് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹം പ്രധാനമന്ത്രിയുടെ കാര്യാലയത്തിലേക്കും അമിത്ഷായുടെ കാര്യാലയത്തിലേക്കും അറിയിച്ചിട്ട് വയനാട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, കേരളത്തിൽ വയനാട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ അത് മുഴുവൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മന്ത്രിയായ ജോർജ് കുര്യനെ എല്ലാ കാര്യം ഏൽപ്പിക്കാനുണ്ടായത്. അതാണ് സുരേഷ് ഗോപി. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു വലിയ ആരോപണം വന്നിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ കേന്ദ്രമന്ത്രി സ്ഥാനം പോകുന്നത് നല്ലതാണ് എന്നുള്ള രീതിയിലൊരു പ്രസ്താവന നടത്തി. അത് തൃശ്ശൂരുകാരെ വഞ്ചിക്കുന്ന ഒരു പ്രസ്താവനയായി പോയി എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് അതിലൊരു അഭിപ്രായം? അല്ല, അതെന്താ വെച്ച് കഴിഞ്ഞാലേ നമുക്ക് ഏവർക്കും തോന്നാം. കാരണം ഒരു എം പി എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം എന്നുണ്ടെങ്കിൽ അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് ജയിച്ച ആളായതുകൊണ്ട് തൃശ്ശൂരിൽ മാത്രം അദ്ദേഹത്തിനെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ നടത്താൻ പറ്റും. പക്ഷെ ഒരു എം പി മാത്രമല്ല അദ്ദേഹം ഒരു മന്ത്രിയും കൂടിയാണ്. മന്ത്രി എന്ന് പറയുമ്പോൾ എന്താണ്, ഓൾ ഇന്ത്യ ബേസിൽ എല്ലാ സ്ഥലത്തേക്കും എത്തണം ഒരു മന്ത്രിയാവുമ്പോൾ. അപ്പോൾ ആ മന്ത്രിയുടെ ചുമതല തൃശ്ശൂർ മാത്രം പോരാ, അത് ഭാരതത്തിലെ എല്ലാ സ്ഥലത്തും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിൽ കൃത്യനിർവഹണ കാര്യങ്ങളിൽ അദ്ദേഹം ഏർപ്പെടുന്നതായിട്ടുള്ളതുകൊണ്ട് അതുകൊണ്ട് ഈ പറയുന്ന ആരോപണങ്ങളൊന്നും ഒട്ടും ശരിയല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. തൃശ്ശൂരിലെ ജനങ്ങൾ ഇതിനെ ഏത് തരത്തിലായിരിക്കും നോക്കിക്കാണുക? ജനങ്ങൾക്ക് അത് അദ്ദേഹത്തിന്റെ നന്മകളെ എന്തൊക്കെയാ ചെയ്യണമെന്നുള്ളത് ജനങ്ങളെ അനുഭവിച്ചറിയാൻ പോകുന്നുള്ളൂ. കാരണം അതൊക്കെ നമ്മൾ പ്രവൃത്തി ചെയ്യുമ്പോൾ അത് ചെയ്ത് കാണിക്കുമ്പോഴാണ്. അദ്ദേഹം ചെയ്യാവുന്നതേ പറയൂ, ചെയ്യാത്തത് അദ്ദേഹം പറയില്ല. ഇതുവരെ ഉണ്ടായ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാന്ന് വിചാരിച്ചാൽ അദ്ദേഹം ചെയ്തിരിക്കും. ജനങ്ങൾക്ക് അത് അറിയാൻ വരുന്നുള്ളൂ. ഇവിടെ ജാതിമത രാഷ്ട്രീയ പിന്നെ ഏത് കമ്മ്യൂണിസ്റ്റുകാരായാലും കോൺഗ്രസ്സുകാരായാലും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ രീതിയിൽ അദ്ദേഹത്തിനോട് എന്തെങ്കിലും ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു കുടുംബത്തിൽ എന്ന് ചോദിച്ചാൽ സുരേഷ് ഗോപി എന്താണ് ചോദിച്ചാൽ നല്ലത് മാത്രമേ പറയാനുള്ളൂ. രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തുന്നുള്ളൂ. അദ്ദേഹം എപ്പോഴും നന്മയുള്ള ആളാണ്. അതിന്റെ കുടുംബത്തെ അദ്ദേഹത്തിന്റെ ഒരു
മകള് മരിച്ചു. ആ മകള് മരിച്ചപ്പോൾ അദ്ദേഹം എന്തൊക്കെ കാര്യച്ച് അതിൻ്റെ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു. ആ ട്രസ്റ്റിൽ നിന്ന് എത്രയോ പണം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. ആ നന്മയാണ് തൃശ്ശൂരിന്റെ നന്മ. അത് തൃശ്ശൂരിലെ ജനങ്ങൾ അറിയാനിരിക്കണുള്ളൂ. അത് പറയാൻ പോണ ആളുകൾക്ക് ഇതൊക്കെ എന്തൊക്കെ രാഷ്ട്രീയപരമായിട്ട് പറയുന്ന രീതി മാത്രമേ ആയിട്ട് അതിനെ കണക്കാക്കാൻ പാടുള്ളൂ. നമസ്കാരം. നമസ്കാരം ചേട്ടാ, ഇപ്പോ ഈ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണല്ലോ, തൃശ്ശൂരിൽ നിന്ന് ജയിച്ച് കേന്ദ്രമന്ത്രിയായതാണ്. അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുന്നതിൽ എന്തെങ്കിലും ഒരു തെറ്റായിട്ട് താങ്കൾക്ക് തോന്നുന്നു? സുരേഷ് ഗോപി എന്ന വ്യക്തി ഒരു സാധാരണ പൊതുപ്രവർത്തനല്ല, സാധാരണ രാഷ്ട്രീയക്കാരനല്ല. ഒരു വ്യത്യസ്ത രീതി ആഗ്രഹിക്കുന്നു. പുതിയ തലമുറയ്ക്ക് ഒരു പ്രത്യേക ഒരു സംവിധാനത്തിൽ കൂടെ ജനങ്ങൾക്ക് സഹായവും നാടിന് നന്മയും വരുത്തുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ആ അദ്ദേഹത്തിന് ഈ പൊതുപ്രവർത്തനവും ആളുടെ തൊഴിലും രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ ആൾക്ക് സാധിക്കും. അത് ആളുടെ പ്രത്യേകതയാണ്. അതുകൊണ്ട് നമ്മൾ ജനങ്ങൾ അതിന് സപ്പോർട്ട് ചെയ്യുക. ആളത് സാധിക്കുന്നത് നമുക്ക് നോക്കാം, കണ്ടിരുന്ന് കാണാലോ. ഇപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെ വരുന്നുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഞാൻ 22ഓളം സിനിമയിൽ അഭിനയിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ, അഭിനയിക്കാനുണ്ട്, ഞാൻ അടുത്ത ദിവസം ഇങ്ങോട്ട് പോരും, കേരളത്തിലേക്ക് പോരും എന്നൊക്കെ പറഞ്ഞപ്പോൾ വലിയ രീതിയിൽ നെഗറ്റീവായിട്ടുള്ള പ്രചരണം. താങ്കൾ പിന്നെ എന്തിനാണ് കേന്ദ്രമന്ത്രിയായത്, അല്ലെങ്കിൽ എന്തിനാണ് ഇലക്ഷൻ മത്സരിച്ച് സിനിമയിലൂടെ തന്നെ മുന്നോട്ട് പോയാൽ പോരെ എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളായിരുന്നു ഒരുപാട് ആളുകൾ ഇങ്ങനെ നടത്തുന്നുണ്ട്. എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? BJP എന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ജനങ്ങൾക്കൊരു ഐത്തം ഉണ്ടായിരുന്നു. ആ ഐത്തം മാറ്റിയെടുക്കുക ഈ സുരേഷ് ഗോപിയുടെ നല്ല രീതിയിൽ സാധിച്ചു. മാത്രമല്ല, ആള് പഠിച്ചിട്ടുള്ള തൊഴിൽ എന്ന് പറയുന്നത് ആളുടെ സിനിമാ ജീവിതമാണ്. നമ്മള് സാധാരണ ജനങ്ങള് ആൾക്ക് സപ്പോർട്ട് കൊടുത്തും മറ്റുള്ള രീതിയിലാണ് ആള് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്നുകൊണ്ട് ആദ്യമായിട്ട് BJP എന്നൊരു പ്രസ്ഥാനത്തിന് വിജയം കൊണ്ടുവന്ന സുരേഷ് ഗോപി സാറ് ആ രണ്ട് രീതിയും മുന്നോട്ട് കൊണ്ടുപോകണ്ടെങ്കിൽ ആള് നമ്മൾ കാത്തിരുന്ന് കണ്ടുകൊണ്ട് ഈ നമ്മളെ നാടിന് നന്മയുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാവുന്ന ഒരു വിഷയം ആണല്ലോ. അപ്പൊ ജനങ്ങൾ അതുവരെയ്ക്കും ഒന്ന് ക്ഷമിക്കുക. കയറിയിട്ട് ഇപ്പൊ ഒരു 3 മാസം 4 മാസമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ തൃശ്ശൂരിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അദ്ദേഹത്തിന് പൈസ വേണ്ടല്ലോ. 1 രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടായാലും 1 രൂപ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് ചെലവാക്കായാലും നാടിന് വേണ്ടി ചെയ്യും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഏത് കൊച്ചുകുട്ടികൾക്കും അറിയാവുന്ന ഒരു സംവിധാനമാണ്. ഇപ്പൊ തൃശ്ശൂരിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ കേട്ടറിഞ്ഞിട്ടുണ്ടോ ഈ വിഷയത്തിൽ? സുരേഷ് ഗോപി സിനിമയിലേക്ക് സജീവമാകുന്നത് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ? തൃശ്ശൂർ ജനങ്ങൾക്ക് ബാധിക്കലോ? അതായത് ഗുണം ബാധിക്കാതെ ഇരിക്കില്ല. രാഷ്ട്രീയ ആള് സിനിമയിലേക്ക് അഭിനയിക്കായാലും ആളുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ സപ്പോർട്ടിൽ കൂടെയാണ് ആൾ അഭിനയ ജീവിതത്തിലേക്കും പോണതും രാഷ്ട്രീയത്തിലേക്ക് വരുന്നതും. അത് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് പറ്റും. അദ്ദേഹത്തിന് അതിനുള്ള കഴിവുണ്ട്, അതിനുള്ള പ്രാപ്തിയുണ്ട്. അതുകൊണ്ട് ഗുണം തന്നെയായിരിക്കും തൃശ്ശൂരിലെ ജനങ്ങൾ. തീർച്ചയായിട്ടും, സംശയിക്കുന്ന എന്താണുള്ളത്. പിന്നെ കാത്തിരുന്ന് കാണുന്ന വിഷയമല്ല. നമ്മളെ ഇവിടെ പല MP-മാരും MLA-മാരും ഒക്കെ ഉണ്ട്. അവരൊക്കെ എന്ത് നാടിന് ഗുണം ചെയ്തു, പെട്ടെന്ന് ചെയ്തില്ലേ എന്നുള്ളത് നമ്മൾ വിലയിരുത്തിയിട്ടില്ലല്ലോ. അതും കൂടി വിലയിരുത്തേണ്ടതുണ്ട് ഇതിൽ.